ഒറ്റയ്ക്കുള്ളൂ വൈകിണ്ടാ? വൈകിയാനെ കൂട്ടുന്നില്ല, ഞാൻ ഒറ്റക്ക് വന്നാലോ എന്നാ വിചാരിക്കുന്നത്. അതാ നല്ലേ. അമ്മായിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ആ, പ്രശ്നമൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? എനിക്ക് മനസ്സിലായി. വന്നാല് ഒറ്റയ്ക്ക് വന്നാ പ്രശ്നമൊന്നുമില്ലല്ലോ ചോദിച്ചാ. പിന്നെ അമ്മായിന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ വേണ്ടേ നോക്കാൻ? അത് ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു, ഇനി കാണുന്നില്ലല്ലോ. വിചാരിക്കുന്നു. 2 ആഴ്ചയായില്ലേ? എനിക്ക് 2 ആഴ്ചയായി. അല്ല, ഫോൺ വിളിച്ചാൽ പിന്നെ വൈകി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരുന്നു. ഞാൻ വീട്ടിലുള്ളവരാണെങ്കിൽ അവൾ എടുക്കുപോയി. അവളെടുത്താ പിന്നെ അമ്മയും മോളല്ലേ, നിങ്ങൾക്ക് ആയിരിക്കും എന്ത് വേണമെങ്കിലും സംസാരിക്കാലോ. അല്ല, അവനെ ഫോൺ നോക്കിട്ട് വിളിക്കാലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയൂ. അല്ല അവക്ക് ഒരു വിധത്തിലും അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വന്നേക്കല്ലേ. അവക്കല്ലേ തന്നെ ഞാൻ അന്ന് ഇത് അവിടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നല്ലോ. അവൾ എന്നിട്ട് കൊറേ എൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെയാ പോയെ, ഇങ്ങനെ ലേറ്റ് ആകലില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, അവൾക്ക് അറിയാതെ ഒരു കൂട്ടുകാരന്റെ പേര് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഏതാണ്ട് പറഞ്ഞ് ഒപ്പിച്ച്. എന്നിട്ട് അവള് 2-3 ദിവസമായി പറയുന്നത് ഒന്ന് വീട്ടിൽ പോണം. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ തിരക്കിട്ട് വീട്ടിൽ നിന്നും പോണ്ട എന്ന് പറഞ്ഞതാ. വീട്ടിൽ വന്നാൽ 2-3 ദിവസം അവിടെ വന്ന് നിൽക്കൂലേ, പിന്നെ നമ്മുടെ കാര്യം നടക്കൂലല്ലോ. അല്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നീ അടുപ്പിച്ചടുപ്പിച്ച് വന്നാലേ എനിക്ക് അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരാൻ പറ്റൂല. കാര്യം നടക്കണ്ടേ? അതെ, അതെനിക്ക് മനസ്സിലായി. 2 ആഴ്ച കുറച്ച് കടന്നുപോയി എന്ന് മനസ്സിലായി. കുറച്ചെങ്കില് അത് അമ്മായിയുടെ മോള് ഒട്ടും മോശമൊന്നുമല്ല കേട്ടാ. എന്നെ ഇവിടെ ഉറങ്ങാൻ വിടാറില്ല. അമ്മായിന്റെ അതേ സ്വഭാവമാണ്. അപ്പോ നിങ്ങൾ എത്ര വരുന്നു? ഞാനൊന്ന് ടൗണിലൊക്കെ പോയിട്ട് ജോലി കഴിഞ്ഞ് ടൗൺ വഴി ഒന്ന് അങ്ങനെ വരാം. എന്തെങ്കിലും ഇച്ചിരി സാധനമൊക്കെ വേണ്ടിട്ട് കൊണ്ടുവരാം. വാങ്ങിക്കണ്ടേ എന്തെങ്കിലും ഒക്കെ? ഇവിടെ വീട്ടിലൊന്ന് വാങ്ങിച്ച സാധനമൊക്കെ തീർന്നു കാണൂലേ? ഇല്ല, ലേറ്റ് ഒന്നും ആവൂല. അന്നേരം തിരിച്ചു പോകാനും ലേറ്റ് ആവൂലേ? മനസ്സിലായി. അമ്മായിക്ക് കുറച്ച് സമയം വേണമെന്ന് മനസ്സിലായി. അതേ സമയം തന്നെയാണ് മോൾക്കും വേണ്ട കേട്ടാ. മോള് ഒട്ടും മോശമല്ലോ. അവക്ക് തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായ? മോശമൊന്നുമല്ലല്ലോ. ഞാൻ നിങ്ങള് 2 ആളെയും മാനേജ് കൊണ്ടുവേണ്ട. ഇപ്പൊ ഞാനല്ലേ ഉള്ളൂ. അതാണ് ഈ ഒറ്റ മോളായുള്ള പ്രശ്നം. എല്ലാം നോക്കേണ്ടി വരും അല്ലേ? അതെ. പിന്നെ എന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് എന്താന്നറിയില്ല, എനിക്ക് അവളെ കാണി താല്പര്യം അമ്മായിኛ. അത് എന്താന്നറിയില്ല. ഒരു പ്രത്യേക തരം ഒരു ഇതാണ്. അതാണ് ചിലപ്പോ ഞാൻ വിചാരിക്കും 2-3 ദിവസം അവിടെ വന്ന് നിന്നാലോ. പിന്നെ മോളെയും കൂടി കൂട്ടണ്ടേ? അങ്ങനെ നിക്കാൻ പറ്റുമോ? അന്നേരം പിന്നെ അന്നേരല്ലേ എല്ലാം എന്തെങ്കിലും മനസ്സിലാവുക. അല്ലേ തന്നെ ഞാന് ഒറ്റക്ക് വരുന്ന കാര്യം വയ്യ അറിയില്ല. അതൊന്നും ഒരിക്കലും അല്ല. ഞാന് എപ്പെങ്കിലും വൈകിയോട് സംസാരിക്കുമ്പോ ഞാൻ ഒറ്റക്ക് വന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ ഇതുവരെ ഒറ്റക്ക് വരുന്ന കാര്യം അവളോട് പറഞ്ഞിട്ടില്ലേ. ഞാൻ പറയുന്നില്ല. അല്ല, അബദ്ധത്തിൽ പോലും നിങ്ങൾ അമ്മയും മോളും സംസാരിക്കുമ്പോ എപ്പെങ്കിലും അബദ്ധത്തിൽ പറഞ്ഞു പോകരുത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു. അല്ല, അത് എന്നല്ല, ഇങ്ങനെ ഞാൻ വന്നിനേനോന്ന് പോലും പറഞ്ഞു പോകരുത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ അന്നേരം അവളടുത്ത് ഇതൊന്നും പറയുന്നില്ല. ഇല്ല, അതേ രീതി ഒരിക്കലും വേണ്ട. ഞാൻ പുറത്ത് പറയുകയില്ല. അപ്പോ ഞാൻ എത്ര മണിക്ക് വരണം? എനിക്ക് അന്നത്തെ പോലെ ലേറ്റ് ആവരുത്, നേരത്തെ പോവുകയും പോണം. അതന്നെയാ ഞാൻ പറഞ്ഞത്. ഇനി ടൗണിലൊന്നും പോവാൻ നിൽക്കണ്ട, നേരെ ഇങ്ങോട്ട് വന്നു. നേരെ ഒരുപാട് അല്ല, എന്തെങ്കിലും ഇച്ചിരി സാധനമൊക്കെ വാങ്ങിക്കാന്ന്. മലക്കറി എന്തെങ്കിലും വേണോ?
കുറച്ചുണ്ട്. ഉണ്ടാ? അതുപോലെ അല്ല, അമ്മായിക്ക് ഇനിയും കുറച്ച് ദിവസം, ഞാൻ കുറെ ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അതുവരെ സാധനങ്ങൾ എത്തിക്കൂട്ട് കഴിഞ്ഞിട്ടാ. അല്ല അമ്മായി. ആ നീ കൊറേ ദിവസം ഒന്നും ആക്കല്ലപ്പാ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. നിങ്ങളെ രണ്ടാളെയും മേയിച്ച് കൊണ്ടുപോണ്ടേ ഒരുമിച്ച്? സാധനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കാര്യമില്ല, നീ വന്നാ മതി. അതാണ് മോളെയും പ്രശ്നം. അതൊന്നും വേണ്ട, അവിടെ ഉണ്ടായാ മതി എന്നാ പറയാ. രാത്രി എന്തായാലും ഉണ്ടാവും. ആഴ്ചക്ക് 2 പ്രാവശ്യമെങ്കിലും വാ. ഞാൻ 2 പ്രാവശ്യം നോക്കിയിട്ട് വരാം. ഇപ്പം 2 ആഴ്ച ആയിപ്പോ അല്ലേ? വലിയ പ്രശ്നം. അല്ല നീ എനക്കും ഇവിടെ പകലല്ലേ പിന്നെ പകലന്നെ. പക്ഷെ അടുത്തത് വൈകുന്നേരം, ചിലപ്പോ അന്നത്തെ ദിവസം തന്നെ ആയിരിക്കും വൈകിയും നിർബന്ധം പിടിക്കുക. നേരെ എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും പറയും. നിനക്കെല്ലാം നല്ല ആരോഗ്യമില്ലേ? ആരോഗ്യത്തിന്റെ മാത്രമല്ലല്ലോ, ശരിക്കും പറഞ്ഞ മാമീന്റെ അടുത്ത് വന്ന് പോയാല് പിന്നെ അന്നത്തെ ദിവസം പോലെ ഒന്നും വേണ്ടി വരില്ല. അതൊരു പ്രത്യേക മൂഡായിരിക്കും. അതുകൊണ്ട് അതാണ്. അമ്മ തന്നെ മോക്ക് ഭാര്യയാന്നുള്ളത് മോക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാ. ഞാൻ രണ്ടാക്കും തിന്നാൻ കൊടുക്കണ്ടേ? ഒരാൾക്ക് മാത്രം തിന്നാൻ കൊടുത്താൽ പോരല്ലോ. അതല്ലേ പറയുന്നു. പിന്നെ കഴകം കഴിച്ച് അന്നെല്ലാം ഞാൻ ശ്രദ്ധിച്ചതാ പിന്നെ. എന്ത്? അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത്. ഓ അത് ശരി, അതെല്ലാം കൂടി അങ്ങനെയാ. അല്ല, ഞാൻ പറഞ്ഞേ, ഞാനും ഇതൊക്കെ നോക്കിയാതിന് കേട്ടാ. അച്ഛനില്ല, അമ്മ കാണാൻ നല്ല സുന്ദരിയാണ് എന്നൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും ഇത് മതി എന്നങ്ങ് തീരുമാനിച്ചത്. അത്ര അധികമൊന്നും ഇല്ല കേട്ടാ. എന്നാലും അത്രയൊന്നുമില്ല. പക്ഷെ അതും തോന്നുന്നില്ല അമ്മായി കാണുമ്പോ കേട്ടാ. അന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ, അതൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാന് ഇന്ന് വന്ന് പോയിട്ടാകുമ്പോ പിന്നെ വൈകിനെ കൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, അത് വെറുതെ വൈകിയൊക്കെ അവിടെ വന്ന് നിക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം അവളെ കൂട്ടാൻ വന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വീണ്ടും നമുക്ക് വരാൻ പറ്റും. അവള് കുറേ ദിവസമായി പറയുന്നു എനിക്ക് വീട്ടിൽ പോയിട്ട് 2 ദിവസം നിക്കണം. അന്നേരം എന്നെ അവിടെ നിർബന്ധിച്ച് നിർത്തിക്കും. അതാണ് കഴിഞ്ഞതിന് 2 മാസം അപ്പുറം വന്നിട്ട് അവള് 2 ദിവസം നിന്നിട്ടില്ല. അന്ന് എന്നെ കൊണ്ട് പിടിച്ചവിടെ നിർത്തിയില്ലേ. ഞാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കണക്കായി പോയി. ഞാൻ മുമ്പ് അമ്മായിന്റെ റൂമിന്റെ അടുത്ത് വന്ന പോലെ ആവും അവസ്ഥ. എനിക്ക് പിന്നെ അമ്മായിന്റെ അടുത്ത് വരാണ്ട് നിൽക്കാൻ പറ്റില്ല. ഞാനതല്ല ഇനിയിപ്പോ അവളുടെ കൂടെ അവിടെ വന്ന് നിൽക്കാതെ. പിന്നെ ഈ പൊണ്ണ് പിന്നെ കാണൂലല്ലോ ഇന്ന് വന്നാല്. ഇന്ന് വന്നു കഴിഞ്ഞാ പിന്നെ ഇപ്പം നിന്നെ ഞാൻ കാണൂലല്ലോ. വരാ, ഞാൻ എന്താ ഇന്നത്തെ കഴിയട്ട് അമ്മായി. വീട്ടില് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കിട്ടിക്കാം. അവിടെ ഇങ്ങനെ ചാടി പിടിക്കുന്നുണ്ട്. എനിക്ക് വീട്ടിൽ പോകണം, അമ്മേനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, കുറച്ചൊന്ന് എനിക്കെന്റെ ജോലിയൊക്കെ കഴിയട്ടെ, കുറച്ചൊന്ന് ഇരുടാണ്ടേ. അധികം പകല് വിളിച്ചെത്തോന്നേ. വേഗം വീട്ടിലെത്തണം. എന്തായാലും അമ്മായിന്റെ കാര്യമൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ, കംപ്ലീറ്റ് ആക്കിയിട്ടേ പോകുള്ളൂ. ഇന്ന് നമ്മള് എടുപടിയൊന്നുമില്ല. നമുക്കിന്ന് സമയം എടുത്തിട്ട് കളിക്കാം. എടുപടി ഞാൻ ആക്കില്ലല്ലോ. എന്തെങ്കിലും അമ്മായിയായിട്ട് കളിക്കുമ്പോ എടുപടിയാക്കാൻ തോന്നൂല. എന്തൊക്കെ എന്ത് എല്ലാ സംഭവം ഇല്ലാടാ. ഓണത്തിന്റെ സദ്യക്കും പോലെ അല്ലേ എല്ലാം ഇല്ലേ. എല്ലാം കുറേശ്ശെ തൊട്ട് വേണ്ടേ കഴിക്കണ്ടിക്കല്. അതുകൊണ്ട് തിരക്കുന്നോ? ഞാൻ ഇപ്പൊ അങ്ങനെ തിരക്കാക്കില്ല. ചിലപ്പോ അമ്മായിക്ക് മതിയാകുന്നില്ല അല്ലേ, അതുകൊണ്ടാണ്. അതുകൊണ്ടുള്ള ഇളക്കാണ്. അത് ഇന്നത്തോടു കൂടി ഞാൻ ശരിയാക്കി തരാം.
ഒരാഴ്ച വരെ പിടിച്ച് നിൽക്കാനുള്ളത് ഇന്ന് ഞാൻ ആക്കിത്തരും. അങ്ങനെയാണെങ്കിൽ കാര്യമില്ല. അതിനുള്ള എല്ലാം ചെയ്തു തരും. കളിയും ചമ്മാതിരി കളിയായിരിക്കും. എന്താ എന്നാ ഞാൻ ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. കുറച്ച് മലക്കറിയും പിന്നെ പലചരക്ക് കടയിൽ നിന്നെന്തെങ്കിലും സാധനം വാങ്ങിക്കണം. എന്തെല്ലാം നീ വാങ്ങുക? എന്താണ് പഞ്ചസാര, അരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണോ? അതെല്ലാം ഇവിടെ ഇല്ലേ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതെ, വേറല്ല കടയില് അല്ല മലക്കറി എന്തെങ്കിലും മലക്കറി എന്തെങ്കിലും വാങ്ങിക്കാം. കാര്യമുണ്ടോ? ശരി.